أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. സദഖല്ലാഹുൽ അദീം. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ്റെ 52 മുതൽ 58 കൂടിയിട്ടുള്ള ആയത്തുകൾ അഥവാ 7 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ വൈലനാ മൻ ബഅസ്നാ മിൻ മർഖദിനാ. ഖാലൂ, അവർ പറയും അഥവാ അവർ പറഞ്ഞു, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മൻ ബഅസ്ന, ആരാണ് ഞങ്ങളെ ഇങ്ങോട്ട് നിയോഗിച്ചത്, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചയച്ചത്, മിൻ മർഖദിന, ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എഴുന്നേൽപ്പിച്ച് എത്തിച്ചത്. ഹാദാ, ഇത്, മാ വഅദർ റഹ്മാനു, പരമകാരുണികനായ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ്, പരമകാരുണികനായ. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാരൊക്കെ സത്യപ്പെടുത്തിയതുമാണ്, പ്രവാചകന്മാരൊക്കെ സത്യം പറഞ്ഞതുമാണ്. ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും, അതൊരൊറ്റ ശബ്ദം മാത്രമായിരിക്കും. ഫൈദ, അപ്പോഴതാഹും അവർ, ഫൈദാഹും അപ്പോഴതാ അവർ, ജമീഉൻ എല്ലാവരും, ലദൈന നമ്മുടെ അടുക്കൽ, മഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നു. അപ്പോഴതാ അവരെല്ലാവരും തന്നെ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു. ഫൽ യൗമ, അന്നത്തെ ദിവസം, ലാ തുദലമു നഫ്സുൻ, ഒരാളും ആക്രമിക്കപ്പെടുകയില്ല അഥവാ ഒരാളോടും അനീതി കാണിക്കുകയില്ല. വലാ തുജ്സൗന, പ്രതിഫലം നൽകപ്പെടുകയുമില്ല, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുകയില്ല. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗവാസികൾ, അൽ യൗമ ഇന്ന് അഥവാ അന്നത്തെ ദിവസം, സ്വർഗവാസികൾ, ഫീ ശുഗലിൻ അവരുടേതായ ജോലികളിൽ, ചില ജോലികളിൽ, ഫാക്കിഹൂൻ അവർ വ്യാപൃതരായിരിക്കും. അവർ ഇന്നത്തെ ദിവസം ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ചില ജോലികളിൽ വ്യാപൃതരായിരിക്കും. ഹും അവർ, വഅസ്വാജുഹും അവരുടെ ഇണകളും, അവരും അവരുടെ ഇണകളും, ഫീ ദിലാലിൻ ചില തണലുകളിലായിരിക്കും, അവർ ചില തണലുകളിലായിരിക്കും. അലൽ അറായിക്ക് സോഫകളിൽ അഥവാ ചാരുമഞ്ചങ്ങളിൽ, മുത്തക്കിഊൻ ചാരിക്കിടക്കുന്നവരുമായിരിക്കും, അവർ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കുന്നവരുമായിരിക്കും, അല്ലെങ്കിൽ ചാരിയിരിക്കുന്നവരുമായിരിക്കും. ലഹും ഫീഹാ ഫാക്കിഹത്തും വലഹും
മാ യദ്ദഊൻ. ലഹും അവർക്കവിടെ ഉണ്ടാകും, ഫിഹ അവിടെ അവർക്കുണ്ടാകും, ഫാക്കിഹത്തുൻ അവിടെ അവർക്ക് എന്താ ഉണ്ടാവുക, പഴവർഗ്ഗങ്ങൾ ഉണ്ടാവും. വലഹും മാ യദ്ദഊൻ, വലഹും അവർക്കുണ്ടാകും, മാ യദ്ദഊൻ അവരെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ തന്നെ ഒരുക്കി വെച്ച നിലയിലുണ്ടാവും. അവരാവശ്യപ്പെടുന്നതൊക്കെ അവർക്ക് ലഭ്യമാക്കും. സലാമുൻ, സലാമുൻ സമാധാനം, ഖൗലൻ വാക്കാലുള്ള സമാധാനം, മിർ റബ്ബി റഹീം, മിർ റബ്ബി റഹീം കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബിൽ നിന്നുള്ള, കരുണാനിധിയായ റബ്ബിൽ നിന്നുള്ള സലാം സമാധാനം എന്ന വാക്കും അവർക്കെവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് സമാധാനം ആ വാക്കുകൊണ്ട് തന്നെ ലഭ്യമാവുകയും ചെയ്യും. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ വനുഫിഖ ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെടുന്ന അവസ്ഥ പറഞ്ഞു. ആ സമയത്ത് അവരെ മറമാടിയ സ്ഥലത്ത് നിന്ന്, കബറിടങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വേഗത്തിൽ ധൃതിപ്പെട്ട് ചെല്ലുകയാണ്. ആ ധൃതിപ്പെട്ട് ചെയ്ത ശേഷം അവർ പറയണം, കാലു അവർ പറയാണ്, യാ വൈലന ഞങ്ങളുടെ നാശമേ. ഇത് ഒരാളല്ലല്ലോ, യാ വൈലത്തി എന്നൊന്നുമല്ല പറയുന്നത്, എൻ്റെ നാശമേ എന്നല്ല, യാ വൈലനാ ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് അവിടെ അട്ടഹസിക്കുക ചെയ്യുക. മം ബായസ്നാമ്യം മറക്കതിന, ആരാണ് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത്? ഇവിടെ ഞങ്ങൾ സുഖമായി ഉറങ്ങിയിരുന്നില്ല, അവിടെ ഞങ്ങൾ ആരാണ് ഉണർത്തിയത് എന്ന് അവരൊക്കെ കൂടിയിട്ട് അട്ടഹസിക്കും. എന്നിട്ട് അവർ തന്നെ പറയും, ഹാദാ മാ വഅദർ റഹ്മാൻ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് പരമകാരുണികൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. അതല്ലെങ്കിൽ മലക്കുകൾ അവിടെ വെച്ച് പറയുകയും ചെയ്യും, ഇത് പരമകാരുണികൻ നിങ്ങൾക്ക് തന്നിരുന്ന വാക്കാണ്, അവൻ്റെ വാഗ്ദത്തമാണ്. മാത്രമല്ല പ്രവാചകന്മാർ സത്യപ്പെടുത്തിയ പ്രവാചകന്മാർ അതിനനുസരിച്ച് നിങ്ങളോട് പറഞ്ഞു തന്ന സാക്ഷ്യപ്പെടുത്തിയ സംഗതിയുമാണിത്. അത് അവർക്ക് തന്നെ തോന്നാം, അതല്ല അവരോട് അവിടെയുള്ള മലായിക്കത്ത് വിളിച്ചു പറയുകയും ചെയ്യാം. ഏതായാലും അവർ അസ്വസ്ഥരാണ്. കാരണം അവർക്ക് അതോടുകൂടി തന്നെ ആ കിടത്തത്തോടു കൂടി തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു എന്നുള്ള ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇവിടെ അതേമാതിരി പിന്നൊരു ഒരുമിച്ച് കൂട്ടൽ പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല ഇൻകാനത്ത് ഇല്ല സ്വയഹത്തം വാഹിദ, അതൊരൊറ്റ ശബ്ദം, അഥവാ അവിടെ കാഹളം ഊതുന്ന ആ ശബ്ദമാകാം, അതുമായി ബന്ധപ്പെട്ട മറ്റ് ശബ്ദങ്ങളാകാം. ഏതായാലും ഒരു ശബ്ദം, അതോടുകൂടി എല്ലാവരും റബ്ബിൻ്റെ അടുക്കൽ ഹാജരാകും. അവരുടെ ഹാജരാകൽ എന്ന് പറയുന്നത് സ്വമേധയാ ഹാജരാകൽ അല്ല എന്നും, നിർബന്ധിതരായി പിടിച്ചു കൊണ്ടുവരുന്ന രൂപത്തിൽ അവരങ്ങോട്ട് തെളിക്കുകയാണ് എന്നും പറയുന്നവരുണ്ട്. ഏതായാലും ആ ശബ്ദത്തോടു കൂടി തന്നെ അവരൊരൊറ്റ ഭാഗത്തേക്ക്, എല്ലാവരും കൂടി ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫല്യോമ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ലാ തുലമു നഫ്സുൻ ഷൈഅൻ, ഒരാളും ആക്രമിക്കപ്പെടില്ല, ഒരാളോടും അനീതി കാണിക്കില്ല. അവിശ്വാസിയായിക്കോട്ടെ വിശ്വാസിയായിക്കോട്ടെ, ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡത്തോട് കൂടിയിട്ട് അവിടെ വെച്ച് ചെക്ക് ചെയ്യും, പരിശോധിക്കും. അതിലൊരല്പമെങ്കിലും നന്മയുടെ ഭാഗമല്ല, നന്മ അവിടെ അവർ പരിശോധിക്കുക തന്നെ ചെയ്യും. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളുടേത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. വിശ്വാസത്തോട് കൂടി ചെയ്ത മൻ ആമന വഅമില സ്വാലിഹൻ, ആര് വിശ്വസിച്ചുവോ എന്നിട്ട് അമൽ സ്വാലിഹാത്ത് സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തോ, അതാണ് നോക്കുക. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്ത ആ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പരിശോധിക്കപ്പെടുന്നർത്ഥം. ആരോടും അനീതി ചെയ്യൂല. അതോടൊപ്പം തന്നെ അനീതി ചെയ്യില്ല എന്ന് മാത്രമല്ല, വലാ തുജസൗന ഇല്ലാമാക്കുന്നതും തഴമലും, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ വേറെ ആരോ ചെയ്ത പ്രവർത്തനത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂലിയും തരില്ല. വേറെ ആരോ പ്രവർത്തിച്ചതിന് അടിസ്ഥാനത്തിൽ എനിക്ക് കൂലി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് ചെയ്യാനുള്ള എല്ലാ സൗമനസ്യവും സാവകാശവും ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് ചെയ്താൽ മതിയല്ലോ. ചെയ്യാതെ നിന്ന് വേറെ ആരോ ചെയ്യട്ടെ എന്ന് വിചാരിക്കേ. അപ്പോൾ ഒരിക്കലും തന്നെ വലാ തുജസൗന ഇല്ലാമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് കൂലി കിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെയും മേലുള്ളതാണ് വിശ്വാസവും പ്രവർത്തനവും എന്നുള്ളത്. ആ പ്രവർത്തിക്കാത്ത ആളുകളെ സംബന്ധിച്ച്, പ്രവർത്തിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കാത്തതിന് ഒന്നും കിട്ടില്ല. അവിടെ പ്രവർത്തിച്ചത്
എത്രയാണോ അതിനുള്ളത് അവിടെ കിട്ടും. എന്നിട്ട് പറയാണ് ഇന്ന അസ്ഹാബൽ ജന്ന ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ. സ്വർഗവാസികൾ അവരന്നേ ദിവസം അവരുടേതായ ജോലികളിൽ വ്യാപൃതരാണ്. അവർക്കവിടെ അവരുടെ സ്വർഗക്കാരായ ആളുകൾക്ക് അവിടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടുന്ന തിരക്കിലായിരിക്കും. സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്ന അത്രയും അവർക്ക് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അവരവരുടേതായ കാര്യത്തിൽ വേറെ ആരെ കാര്യം ശ്രദ്ധിക്കാൻ നേരമില്ലാതെ സ്വന്തം കാര്യത്തിൽ വ്യാപൃതരാകുന്ന ദിവസം. ഈ ലോകത്ത് നേരെ എതിരല്ലേ വിശ്വാസികളായ ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അവിടെ തൻ്റേതായ കാര്യങ്ങൾ വാരിക്കൂട്ടുന്ന തൻ്റേതായിട്ടുള്ള സ്ഥലത്ത് അവർ വ്യാപൃതരായിരിക്കും. മാത്രമല്ല അവരും അവരുടെ ഇണകളും അവർ ഫി ളിലാലിൻ അവർ അവിടെയുള്ള തണലുകളിൽ, ചാരുമഞ്ചങ്ങളിൽ, സോഫകളിൽ അവിടെ ചാരിയിരിക്കുകയും ചെയ്യുക. ഇനി പ്രവർത്തിക്കാനൊന്നുമില്ലല്ലോ. ഇതുവരെ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം ഇഷ്ടം പോലെ അത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലവർ ആനന്ദത്തിമർപ്പിലാണ്. അവരും അവരുടെ ഇണകളും ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അവർക്കവിടെ ലഹും ഫിഹ ഫാക്കിഹ, അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ടാവും. ഏത് തരം പഴങ്ങളാണോ. ഭൂമിയിലെ പഴങ്ങൾ വേണ്ടി തട്ടിച്ച് നോക്കരുത്. പേരിൽ പോലും ഭൂമിയിലെ പഴത്തിനോട് അതാണ് എന്ന് തോന്നുമെങ്കിലും രുചി അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അത്രയും മേത്തരം രുചിയായിരിക്കും അതിൻ്റെ. എന്ന് മാത്രമല്ല അവിടെ പോയി പറിച്ചു കൊണ്ടുവരില്ല. വലഹും മാ യദ്ദഊൻ, അവർക്ക് എന്തൊക്കെയാണോ അവരാവശ്യപ്പെടുന്നത് അതൊക്കെ തന്നെ അവർക്കുണ്ട്. എല്ലാം സജ്ജമാക്കിയ അവസ്ഥയിലായിരിക്കും. എല്ലാം അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കും. വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ അവർക്കത് ലഭ്യമായിക്കൊണ്ടേയിരിക്കും. അതിനേക്കാൾ എല്ലാം ഉപരിയായി അവർക്ക് ലഭിക്കുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കരുണാനിധിയായ റബ്ബിൽ നിന്ന് സലാമുൻ അലൈക്കും, നിങ്ങൾക്കിതാ അള്ളാഹുവിൻ്റെ സമാധാന വാക്ക്, രക്ഷയുടെ വാക്കുത. അത് വലിയൊരു അനുഗ്രഹിക്കും. അള്ളാഹുവിൻ്റെ സമാധാനം എന്നുള്ള വാക്ക് അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിനേക്കാളും വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നേരിട്ട് അവർക്ക് മുമ്പിൽ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയായിരിക്കും എല്ലാ പ്രതിഫലത്തെക്കാളും അവർക്ക് ആഗ്രഹമുള്ളത്. നമ്മളുടെ സ്രഷ്ടാവായ ദൈവം തമ്പുരാനെ ഒരു നോക്ക് കാണുക. സ്രഷ്ടാവിൽ നിന്ന് സലാമുൻ എന്ന് പറയുന്ന അഥവാ സമാധാനം എന്ന് പറയുന്ന വാക്ക് അത് ലഭ്യമാവുക, അതിനനുസരിച്ചുള്ള സമാധാനം അവർക്ക് അവിടെ കിട്ടുക. ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അത്തരം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.